മിക്ക കോട്ടകളും തകർന്നടിഞ്ഞു. ബാക്കിയുള്ളവയുടെ അടിത്തറ ഇളകി നിൽക്കുന്നു. ഇനിയെങ്കിലും തുറന്നു പറയണം, ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ നൽകിയ സൂചനകൾ കൃത്യമായിരുന്നില്ലേ? ഈ ഭരണശൈലി തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ജനങ്ങൾ അടിവരയിട്ട് പറഞ്ഞതല്ലേ? പക്ഷേ ആ ജനവികാരത്തെ നേതൃത്വം മനഃപൂർവ്വം അവഗണിക്കുകയായിരുന്നില്ലേ? അതോ സത്യമറിഞ്ഞിട്ടും ഉറച്ച കോട്ടകളിലുള്ള അമിതാത്മവിശ്വാസം കൊണ്ട് മുന്നോട്ട് പോയതാണ്? തോൽവിയുടെ കാരണങ്ങൾ തേടി ഇനി എവിടെയും പോകേണ്ടതില്ല. അത് ഈ റിസൾട്ടിൽ തന്നെയുണ്ട്. കൊടുത്ത വാഗ്ദാനങ്ങളിൽ 99% പാലിച്ച ഒരു സർക്കാരിനെതിരെ ഇത്ര ശക്തമായ ജനവികാരം ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: ഇവിടെ ജനങ്ങൾക്കിടയിൽ ചർച്ചയായത് വികസനമോ ഭരണ നേട്ടങ്ങളോ അല്ല. പകരം ജനങ്ങൾ കണ്ടത് ഭരണകൂടത്തിൻ്റെ ശൈലിയാണ്. വികസനം കൊണ്ട് മാത്രം വോട്ട് ഉറപ്പിക്കാമെന്ന ചിന്ത തിരുത്തപ്പെടുകയാണ്. ജനങ്ങളുടെ ഹൃദയമിടിപ്പറിയാതെ, അവരുടെ വൈകാരികമായ പ്രതിഷേധങ്ങളെ ഉൾക്കൊള്ളാതെ നടത്തുന്ന വികസനത്തിന് ജനാധിപത്യത്തിൽ പൂർണ്ണമായ അംഗീകാരം കിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ തിരിച്ചടികൾ. ജനാധിപത്യത്തിൽ ഭരണകൂടം ജനങ്ങളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. എന്നാൽ അടുത്ത കാലത്തായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങൾ ജനങ്ങളെ ചൊടിപ്പിക്കുന്നതായിരുന്നു. പ്രതിഷേധങ്ങളെ കായികമായി നേരിടുന്നതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന തരത്തിലുള്ള മറുപടികൾ വരെ പൊതുസമൂഹത്തിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെപ്പോലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഭരണകൂടത്തോടുള്ള വിശ്വാസ്യത തകർത്തു. ചോദ്യം ചോദിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന ഈ ശൈലി നിഷ്പക്ഷരായ വോട്ടർമാരെ പോലും ഗവൺമെൻറ്റിൽ നിന്ന് അകറ്റി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയുടെ പ്രതീക്ഷക്കത്തുയരാൻ ഈ രാഷ്ട്രീയ ശൈലിക്ക് കഴിയുന്നുണ്ടോ? പഴയ കാലത്തെ അന്ധമായ രാഷ്ട്രീയ ബോധങ്ങൾ കൊണ്ട് മാത്രം പുതിയ കാലത്തെ ജനതയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം ആകസ്മികമാകാം, എന്നാൽ തുടർച്ചയായ തിരിച്ചടികൾ ഒരു വലിയ അപകടത്തിൻ്റെ മുന്നറിയിപ്പാണ്. ഇനിയും കണ്ണടച്ചിരുട്ടാക്കരുത്. കോട്ടകൾ തകരുന്നത് കല്ലുകൾക്ക് ബലമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അത് കാത്തു സൂക്ഷിക്കേണ്ട ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ആത്മപരിശോധനയുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ പ്രസ്ഥാനം വീണുപോയപ്പോഴൊക്കെയും തെറ്റുകൾ തിരുത്തിയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. ജനപക്ഷത്ത് നിൽക്കുന്ന സാധാരണക്കാരൻ്റെ ശബ്ദമാകുന്ന ഒരു ഇടതുപക്ഷം കേരളത്തിന് എന്നും വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. ആ പ്രതീക്ഷ നിലനിർത്താൻ ജനവിധി മാനിച്ചുകൊണ്ടുള്ള വലിയൊരു മാറ്റത്തിന് നേതൃത്വം തയ്യാറാകുന്നു. കോട്ടകൾ ഇനിയും പണിയാം. അത് ജനങ്ങളുടെ വിശ്വാസത്തിന് മുകളിലായിരിക്കും. അഹങ്കാരമല്ല, ആത്മപരിശോധനയുള്ള ആ കരുത്തുറ്റ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം.